ശ്രീമദ് ഭാഗവതം ക്ലാസ് 104 സ്കന്ധം 5 11-ാമത്തെ അധ്യായമാണ് ഇന്ന് നോക്കുന്നത്. ജഡഭരതൻ്റെ തത്വജ്ഞാനോപദേശം. അതായത് ലോകത്തിന് ആത്മീയ തത്വവും ഭൗതിക തത്വവും എല്ലാം വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടി ശ്രീഹരി തന്നെ ഭരതനായിട്ട് ജനിച്ചു. അതിൻ്റെ ശേഷം രാജാവെന്ന നിലയിൽ ഭൗതിക കർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷം മക്കൾ വലുതായപ്പോൾ അവരെ ഭരണമേൽപ്പിച്ചിട്ട് പിന്നെയുള്ള സമയം ശ്രീഹരി വന്നത് യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതം എങ്ങനെയാണ് എന്ന് സ്വന്തം അനുഭവത്തിലൂടെ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയാണ്, അനുഭവത്തിലൂടെ കാട്ടിക്കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പം അതോടുകൂടി അതെല്ലാം ഉപേക്ഷിച്ച് ഒരു ഭ്രാന്തനെ പോലെ തിന്നെടുത്ത് മലമൂത്രം എല്ലാം ചെയ്തിട്ട് അങ്ങനെ കിടന്നിട്ട് ജീവിച്ച അങ്ങനെയാണ് സന്യാസിയായിട്ട് ആരുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ കഴിയണം. അതാണ് ആത്മീയതയിലേക്കുള്ള വഴി, സന്യാസത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിലുള്ള വഴി എന്നെല്ലാം കാണിച്ചു കൊടുക്കുന്നതിലൂടെ ചില ആത്മോപദേശങ്ങളെല്ലാം ഉപദേശിക്കുന്ന ഒരു കഥരൂപത്തിൽ വേറെ ഒരാൾക്ക്, അതായത് വേറെ ഒരു രാജാവിന് എന്ന ഒരു രഘുഗണൻ എന്ന ഒരു രാജാവിലൂടെ ആത്മോപദേശം ഉപദേശിക്കുകയാണ്. അദ്ദേഹം ഇയാളെ കണ്ടിട്ട് തൻ്റെ പല്ലക്ക് ചുമക്കാൻ പറ്റിയതാണെന്നും പറഞ്ഞുകൊണ്ട് രാജാവ് പല്ലക്ക് ചുമക്കുകയും അങ്ങനെ ഒരു അവന് പല്ലക്കൊന്നും ചുമന്നിട്ട് സ്പീഡൊന്നുമില്ല. അവസാനം അദ്ദേഹം ശിക്ഷിക്കാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരെയാണ് ശിക്ഷിക്കുന്നത്? നിങ്ങൾക്ക് രാജാവിന് വിവരമൊന്നുമില്ല. കാരണം ആത്മീയഭാവം ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ആ ശരീരത്തെ ഇട്ട് നമ്മളിപ്പോൾ ഒരു വസ്ത്രം എടുത്ത് ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ ആ വസ്ത്രത്തെ പിന്നെ ശിക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ട്. അതുപോലെ ശരീരം ഉപേക്ഷിച്ചവന് എല്ലാം തന്നെ അദ്ദേഹം നടന്നു പോകുമ്പോൾ എല്ലാവരും മലയെല്ലാം വാങ്ങി വാരിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു തുപ്പും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം മിണ്ടാണ്ട് പോവുക. കാരണം അദ്ദേഹം ശരീരത്തെ പറ്റി അങ്ങ് മറന്നു. അതായിരിക്കണം സന്യാസത്തിലൂടെ ആത്മീയതയിലേക്ക് പോകുന്നതിനുള്ള സന്യാസിയുടെ ലക്ഷണം. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഈ ശരീരത്തെ നിങ്ങളെന്ത് ചികിത്സിക്കാനാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വം മനസ്സിലായി. എന്നിട്ട് ആ ആത്മീയ ശരിയായ തത്വം, സയൻസ് എന്താണ്, ആത്മീയത, ഭൗതിക എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതെല്ലാം ഇദ്ദേഹം രാജാവിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒന്നിലെ ബ്രാഹ്മണൻ, അതായത് ഇദ്ദേഹം ജഡഭരതൻ പറയുകയാണ് അദ്ദേഹത്തോട്, രാജാവോട്, ആ വിദ്വാനെങ്കിലും, അങ്ങ് വിദ്യൊന്നുമില്ലാതെ വലിയ വിവരമൊന്നുമില്ല, രാജാവാണ്, പക്ഷെ ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ആത്മജ്ഞാനം. അപ്പോൾ ആത്മജ്ഞാനത്തിന് സന്യാസത്തിലേക്ക് കൂട്ടിയാണ് ആത്മജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള ആളെ തിരിച്ചറിയാൻ പോലും കഴിയാത്തവർ, കാര്യമായിട്ട് ജ്ഞാനമൊന്നും ആ വിഷയത്തിൽ ഒരു ജ്ഞാനം, ആത്മീയതയിൽ ഒരു ജ്ഞാനവും ഇല്ലാത്ത ആളാണ്. അപ്പം അവിദ്വാനെങ്കിലും അവിദ്യയുണ്ട്. അവിദ്യ എന്ന അവിദ്വാൻ എന്ന് പറയാൻ അവിദ്യയിലാണ് ജീവിക്കുന്നത്. എന്താണ് അവിദ്യ? മോഡേൺ സയൻസ്, ഭൗതിക ലോകത്തിലെ സയൻസ്. വിദ്വാൻമാരുടെ വാദങ്ങളാണ് നിരത്തുന്നത്. അതേ കുറേ വാദങ്ങളെല്ലാം സംശയങ്ങളെല്ലാം ചോദിക്കുന്നത്. അപ്പം ചോദിക്കുന്ന വലിയ വിദ്വാൻമാരെ പോലെയാണ്. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത് കൊണ്ട് വിദ്വാൻമാരിൽ മഹാവിദ്വാനാകില്ല, വിദ്യാനുമാകില്ല. പിന്നെ അങ്ങനെ ചോദിച്ചിട്ട് വലിയ മഹാവിദ്വാനാകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും ആകാൻ പോകുന്നില്ല. അതായത് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവര് ആര് തന്നെയായാലും, എത്ര വലിയ ആത്മീയ ഗുരുവായാലും മഹാവിദ്വാനൊന്നും ആകാൻ പോകുന്നില്ല. കാരണം ജ്ഞാനികൾ ഈ ലോക വ്യാപാരത്തെ യാഥാർത്ഥ്യത്തോടെ പറയാറില്ല.
എത്ര വലിയ ജ്ഞാനികളാണെങ്കിലും ഈ ലോകത്തിലെ ലോക വ്യാപാരത്തെ യാഥാർത്ഥ്യത്തോടെ പറയാറില്ല. ശരിയായ അർത്ഥത്തിൽ വലിയ വിജ്ഞാനികൾ എന്ന് പറയുന്നവര്, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിലെ വിജ്ഞാനം, ഈ ലോകത്തിൽ നമ്മൾ പഠിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന, നമ്മുടെ വിദ്യയായിട്ട് ബന്ധപ്പെട്ട ഭൗതിക ലോകത്തിലെ വിജ്ഞാനികള് യഥാർത്ഥ ഈ ലോക വ്യാപാരത്തിന്റെ യാഥാർത്ഥ്യത്തെ പറയാറില്ല. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിന് നേരെ വിപരീതമാണ്. ഭൗതികതയുടെ നേരെ വിപരീതമാണ് ആത്മീയത. ഇപ്പം ഭൗതികത വെച്ചിട്ട് ആത്മീയതയെ, ഭൗതികതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീയത പറയാൻ കഴിയില്ല. എത്ര പണ്ഡിതനാണെങ്കിലും, പണ്ഡിതനാണെന്നെല്ലാം പറയും, പക്ഷേ പറയാൻ പറ്റില്ല. കാരണം രണ്ട് പറയുന്നു. ഗാർഹ്യ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കുടുംബജീവിതത്തിൻ്റെ എല്ലാം ലോകത്തിൽ ബന്ധങ്ങളിൽ ഈ ബന്ധത്തിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലുള്ള അറിവുകൾ ഏറിയ കൂറും വേദത്തിൽ പറയുന്നത് തന്നെയാണെങ്കിലും, വേദത്തിലുള്ള അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഹിംസാദിദോഷരഹിതവും ഹിംസയില്ലാതെ, വേദത്തിൽ പറയുന്നതിൽ ആത്മീയ ഭൗതിക ലോകത്തിൽ ഹിംസയുണ്ട്. അധർമ്മത്തിനെതിരായിട്ട് പോരാടിയിട്ട് ശത്രുവിനെ എല്ലാം കൊല്ലുക തന്നെ വേണം അർജുനൻ പറയുന്നുണ്ട്. അർജുനനോട് കൃഷ്ണൻ പറയുന്നുണ്ട്, നാട് ചൂതുകളിയിലൂടെയെല്ലാം നശിക്കുമ്പോൾ ഒരു വിഭാഗം ചൂതുകളിയിലൂടെയെല്ലാം ദൂർത്തടിച്ച് വേറൊരു വിഭാഗം നീതിമാന്മാര് കഷ്ടപ്പെടുമ്പോൾ അതിനെതിരായിട്ട് പോരാടിയിട്ട് എന്നെ വേണം നീതി നടപ്പാക്കാൻ. അത് ഭൗതിക ലോകത്തിലെ കാര്യമാണ്. അത് ഹിംസ അപ്പം കൊല്ലുക തന്നെ വേണം. യുദ്ധത്തിൽ ശത്രുവിനെ കൊല്ലാതെ, അധർമ്മികളെ കൊല്ലാതെ പിന്നെ എങ്ങനെയാണ് നാട് നന്നാകുന്നത്? പക്ഷെ ആത്മീയതയിലാണെങ്കിൽ ഈ ലോകമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചാൽ തന്നെ ഹിംസേന്റെ ആവശ്യമില്ല. വേദത്തെ പറ്റി പറയുന്നുണ്ട്, ഹിംസാദിദോഷവും ഹിംസകളൊന്നുമില്ല, രാഗാദിദോഷങ്ങളൊന്നുമില്ലാതെ, രാഗം അതായത് നമ്മൾ ആരോടും താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ലാത്ത പരമാർത്ഥ തത്വമടങ്ങിയ വിഷയങ്ങൾ തീർച്ചയായും തെളിഞ്ഞ് കാണാറില്ല. കാരണം ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ചിട്ട് കുടുംബ ബന്ധത്തെപ്പറ്റിയും മനുഷ്യബന്ധത്തെ പറ്റിയും നമ്മൾ ഇന്ന ചെയ്യണം, ഇന്നത് അതെല്ലാം പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക്, ഭൗതിക ലോകത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് ഈ വിഷയം അവരുടെ മനസ്സിൽ തെളിയാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മളിന്ന് ഭൗതിക ലോകത്തിൽ, ആത്മീയ ലോകത്തില് എല്ലാ ഭൗതികവാദികളാണ്. നമ്മളൊന്നും ബ്രഹ്മസാക്ഷാത്കാരം പോയിട്ട് നേടിയിട്ട് അവിടെ ബ്രഹ്മത്തിൽ പോയി ലയിച്ചിട്ട് ഇതെല്ലാം വിട്ടെറിഞ്ഞ് പോയവരല്ല. ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ ജീവിച്ചിട്ട് വായുകൊണ്ട് ഞാൻ ആത്മീയവാദിയാണ്, വലിയ മറ്റേതാണ് എന്നെല്ലാം പറയുമെങ്കിലും അവരെല്ലാം കുടുംബമുണ്ട്, കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ സിൽബന്ധികൾ കുറയുണ്ട്. നമ്മളെ മതമാണ് ഇന്ന് ഇതാണ് എന്നെല്ലാം ചിന്തിക്കുന്ന ആത്മീയവാദികൾ. ഒന്നിക്ക് ഇസ്ലാമിസം പറയും, അല്ലെങ്കിൽ ക്രിസ്ത്യാനിസം പറയുക, അല്ലെങ്കിൽ ഹിന്ദുയിസം പറയും. ഇതെല്ലാം പറഞ്ഞിട്ട് മറ്റവർ വേറെയാണ്. ഇതെല്ലാം ഭൗതികതയുടെ പ്രത്യേകതയാണ്. നമ്മൾ കാഴ്ചയും കേൾവിയും എല്ലാം വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ഈ പലതായിട്ട് തരംതിരിഞ്ഞ് കാണുന്നത്. അത് ഭൗതികതയാണ്. അവർക്ക് ആത്മീയത അവരുടെ തലയിൽ തെളിയില്ല, ഉറപ്പാണ്. അവരുടെ തലയിൽ ആത്മീയത തെളിയാൻ പോകുന്നില്ല. അപ്പം വിഷയങ്ങൾ തീർച്ചയായും തെളിഞ്ഞു കാണാറില്ല. അപ്പം നിങ്ങൾ എന്ത് പ്രഭാഷണം നടത്തിയാലും ഇങ്ങനോട് പറയാണ്, പല തിരിച്ചും മറച്ചും എല്ലാം ചോദിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഭൗതിക ലോകത്തിൽ ബന്ധങ്ങളിലെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം നിങ്ങളുടെ തലയിൽ കയറാൻ പോകുന്നില്ല. അതുകൊണ്ട് മൂന്നിൽ പറയാണ്, യാതൊരുവൻ ഗൃഹസ്ഥാശ്രമത്തിലെ, അതായത് കുടുംബമല്ലായിട്ട് വിഷയസുഖം സ്വപ്നത്തിലെ ദൃഷ്ടാന്തം പോലെ വിഷയസുഖം എല്ലാം അനുഭവിക്കുന്നുണ്ട്.
ഈ ഭൗതിക ലോകത്തില് ഗൃഹസ്ഥാശ്രമ ധർമ്മമെല്ലാം അനുഷ്ഠിച്ചിട്ട് സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് ഏതുപോലെയാണ്? സ്വപ്നത്തിലെ ദൃഷ്ടാന്തം പോലെയാണ്. സ്വപ്നത്തിൽ കാണുന്ന പോലെയാണ് അതെല്ലാം ഉള്ളത്. അതെല്ലാം അങ്ങ് മാഞ്ഞു പോകും. അതൊന്നും ഉറച്ചതല്ല, ശാശ്വതമല്ല. അതൊന്നും ശാശ്വതമായി ഭവിക്കുകയില്ല. അവര് വേദത്തിലെ മഹത്വചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിന് പര്യാപ്തമാകണമെന്നില്ല. അവർക്ക് വേദങ്ങളിൽ പറയുന്ന, ഉപനിഷത്തുക്കളിൽ പറയുന്ന ആത്മീയത എന്ന വിഷയം, ഭൗതികതയുടെ എതിരുള്ള ആത്മീയത എന്ന വിഷയം അർത്ഥം മനസ്സിലാക്കുന്നതിന് പര്യാപ്തമാകുന്നില്ല. അവർക്ക് അതിന്റെ അർത്ഥമൊന്നും പിടികിട്ടാൻ പോകുന്നില്ല. തുറന്നു പറയുകയാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ആത്മീയത ആരോട് ചോദിച്ചോ ഞാൻ ഭയങ്കര ആത്മീയത. എന്താ ആത്മീയത? ആത്മീയതയെ പറ്റി ഒരു ചുക്കും അറിയില്ല. അവർക്ക് അറിയാനും പറ്റില്ല. കാരണം അവർ കുടുംബജീവിതം ഇത് മനസ്സിലാക്കിയെങ്കിൽ ആദ്യം കുടുംബജീവിതം എടുത്ത് ദൂരെ കളയണം. ഈ ലോകത്തിലുള്ള ജോലി തൊഴിൽ എല്ലാം എടുത്ത് കളയണം. തുണിയടക്കം എടുത്ത് വെളിച്ച് കളയണം. എനിക്കിതിലൊന്നും താല്പര്യമില്ല, ഈ ഭൗതികതയിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടെറിഞ്ഞു പോകുമ്പോൾ പിന്നെ എവിടുത്തെ എത്തിച്ചേർന്നത്? ആത്മീയതയിലേക്ക് എത്തിച്ചേരും. അല്ലാതെ പകുതി കാലം അപ്പുറം വെച്ച് ഞാൻ പകുതി ആത്മീയതയും പകുതി ഭൗതികതയും എന്ന് പറയുന്ന പരിപാടി ഇല്ല. ആത്മീയതയിലേക്ക് പോകണ്ടെങ്കിൽ ഈ ഭൗതിക ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ട് എല്ലാം കളഞ്ഞിട്ട് പിന്നെ അവിടെ ഒന്നേ ഉള്ളൂ, നിർഗുണമായ ബ്രഹ്മം. ആ ബ്രഹ്മത്തെ മാത്രം ചിന്തിച്ചങ്ങ് പോവുക. പിന്നെ ഈ ബന്ധങ്ങളുമായിട്ട് പോയി പ്രഭാഷണം നടത്താനോ ആത്മീയത പഠിപ്പിക്കാനോ ഒന്നും പോകരുത്. പോവില്ല. അവര് ഭ്രാന്തനെ പോലെ നടക്കും. ആരെന്ന് ചോദിച്ചാലും ഒന്നും കൊണ്ടുമില്ല. തുപ്പിയാലും കുഴപ്പമില്ല, മലയെടുത്ത് മേലെ എറിഞ്ഞാലും കുഴപ്പമില്ല, കല്ലെടുത്ത് എറിഞ്ഞാലും കാരണം അവരുടെ ശരീരത്തെ ഉപേക്ഷിച്ച് അവർക്ക് ഈ ശരീരം വേണ്ട. ആ ശരീരത്തിനുള്ളിലുള്ള ആത്മാവ് എന്ന ചൈതന്യത്തെ മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അവരതാണ്. ഇപ്പൊ നമ്മള് ധരിക്കുന്ന മാതിരിയല്ല ഇവിടെ. അതാണ് എടുത്തു പറയുന്നത്. ഈ തന്നെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, ഇതിങ്ങനെ പറഞ്ഞു കുറെ പ്രാവശ്യം പറയുമ്പോഴേ തലയിൽ ഇത് കുറച്ചെങ്കിലും ആശയം പിടികിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരിക്കൽ പറഞ്ഞാൽ മതി. എല്ലാ അധ്യായത്തിലും നേരം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം യഥാർത്ഥത്തില് ആ ശക്തി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഓരോന്ന്. അവരുടെ ഒരു കമ്പ്യൂട്ടറാണ് നമ്മള്. അതെന്താണോ തീരുമാനിച്ചത് അതുപോലെ നമ്മളെ കൊണ്ട് ഓരോ ആഗ്രഹങ്ങൾ ഇട്ടിട്ട് അതിന്റെ പിന്നാലെ ചെയ്യിപ്പിക്കുകയാണ്. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സമാധാനം കിട്ടും. കാരണം അതിനു വേണ്ടിയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതെവിടെയാ കൊണ്ടുപോകുന്നത് അതാണ് തീരുമാനിക്കുന്നത്. പിന്നെ നമുക്ക് എന്താണുള്ളത്? അങ്ങ് ചെയ്തു കൊടുത്തേക്കോ, അത് കാര്യം നടക്കുകയോ നടക്കാതിരിക്കുകയോ, പക്ഷെ ആത്മാർത്ഥമായിട്ട് അതിനു വേണ്ടിയിട്ട് അങ്ങ് ചെയ്തു കൊടുത്തോ. ഫലത്തെപ്പറ്റി ഇച്ഛിക്കണ്ട. കാരണം നമ്മളത് ചെയ്തേ പറ്റൂ. ജനിച്ചെങ്കിൽ അത് ചെയ്ത് തീർത്തേ പറ്റൂ. അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്യാതെ നമുക്ക് അത് നിർദ്ദേശിച്ച വഴിയിലൂടെ പോകയല്ലാതെ വേറെ വഴിയൊന്നും നമുക്കില്ല. അതിൻ്റെ കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനെ പ്രാർത്ഥിച്ചിട്ട് ഒരു പരിപാടി നടത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പോകേണ്ട വഴിയിൽ അത് പോകും. എന്നിട്ട് 4 പ്രപഞ്ചോപാധിയായ മനസ്സ് എത്ര കാലം പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ്. മനസ്സ് ഉപാധിയാണ്. ആ ശക്തിവിശേഷം ഒരു മനസ്സെന്നത് നമ്മളിൽ ഉണ്ടാക്കിയിട്ട് ആ മനസ്സിൽ രജോ തമോ സത്വഗുണത്താൽ, അപ്പൊ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും 3 തിരിച്ചിട്ടുണ്ട്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അത് പ്രകാരമാണ് ഏത് കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നത്. ഒന്നിക്കൽ ഒരു വസ്തുവിന് അതേ അവസ്ഥയിൽ തുടരാനുള്ള അവസ്ഥ. അതിൽ നിന്ന് കുറച്ച് മാറ്റണ്ടെങ്കിൽ കുറെ ബലമെല്ലാം പ്രയോഗിക്കണം. സെക്കൻഡ് ലോ. അങ്ങനെ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ വേറൊരു ശക്തിയുണ്ട് അതിനെ പിന്തിരിപ്പിക്കുന്ന റിയാക്ഷൻ.
തമോ ഗുണം. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത്. അപ്പോൾ മനസ്സിൽ രജോ തമോ ഗുണങ്ങൾ ഉണ്ടാകും. ഈ ഗുണങ്ങൾ അനുസരിച്ച് ചിലപ്പം നമുക്ക് തോന്നും വേണ്ട മിണ്ടാണ്ടിരിക്കാം. ഒരാൾ ആടെ തമ്മിൽ അടിപിടി കൂടുന്നു, എന്തിനാണ് നമ്മളെ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ തോന്നുന്നത്, അവരെന്തോ എല്ലാ അവന്മാരും ഒന്ന് പിടിച്ചു മാറ്റിയിട്ട് മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ രജോ ഗുണമായി. അങ്ങനെ മാറ്റാൻ പോകുമ്പോൾ അവിടെ നിന്ന് വല്ലവനും പറയുക, ആ നീ അതിനകത്ത് ഇടപെടുന്നും വേണ്ട, നീ എന്തിനാ അതിനകത്ത് ഇടപെടുന്നു, നിനക്കെന്താ ഇല്ലാത്ത കാര്യം നമ്മൾ വേറൊരുത്തൻ തമോ ഗുണക്കാരും പിടിച്ചു വലിക്കാനും ഉണ്ടാവും, കുറ്റപ്പെടുത്താനും ഉണ്ടാവും. അതോടുകൂടി സംഘർഷപൂരിതമായ ഒരു ജീവിതം. അപ്പം രജോ തമോ ഗുണം താൽ അതിന് വശീകൃതമായിട്ട് നിൽക്കുന്നുവോ, അപ്പോൾ മനസ്സിൽ രജോ തമോ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ആര് നിൽക്കുന്നുവോ അത്രയും കാലം ധർമ്മ അധർമ്മ കർമ്മങ്ങളാലും ജ്ഞാനേന്ദ്രിയങ്ങളാലും പല ധർമ്മ അധർമ്മങ്ങളായ കർമ്മങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്തിൻ്റെ ഫങ്ഷൻ കൊണ്ട്? ഈ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കൊണ്ട്. നേരത്തെ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ കണ്ണിലൂടെ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കേൾക്കുക, കാണുക. നമ്മൾ ഒരാൾ കാണിയാണ് രണ്ടുപേര് അടിപിടി കൂടുന്നത്, അപ്പോൾ നമ്മൾ മനസ്സ് പറയും, ഓ അവനെ ഒന്നിക്കാ നീ തലയിടണ്ടെന്ന് പറയും, സത്വഗുണം. അല്ലെങ്കിൽ പറയാം എല്ലാം പോയിട്ട് അവനൊന്ന് പിടിച്ചു മാറ്റുന്നു പറയും. അപ്പം നമ്മളവിടെ പോകും, സത്വഗുണം. അപ്പം അതിനൊരു പാരയുണ്ടാവും, അവിടെ നമുക്ക് എതിർപ്പുകളുണ്ടാവും, രണ്ട് പക്ഷവും ഉണ്ടാവും. പിന്നെ തമോ ഗുണം, പിന്നെ ആകെ കുഴപ്പമാണ്. അപ്പം ഇങ്ങനെ നടക്കുന്ന ജ്ഞാനേന്ദ്രിയത്തിൻ്റെ പിന്നാലെയാണ് നമ്മൾ കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്. ഇതുണ്ടായിക്കൊണ്ടേയിരിക്കുക. അതിന് ധർമ്മവും ഉണ്ടാവും, അധർമ്മങ്ങളും എല്ലാം ഉണ്ടാവും. ചില ചെയ്യുന്ന ധർമ്മമായി മാറും, ചില അങ്ങനെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പം മറ്റുള്ളവർ പറയും ഇവൻ അധർമ്മിയാണ്, ഇവൻ ധർമ്മത്തിൻ്റെ പക്ഷത്താണ് പിടിച്ചിരിക്കുന്നത്. ചിലപ്പം നമ്മൾ ആ രണ്ട് കൂട്ടർ അടികൂടി കൂടുന്നതിൽ ധർമ്മത്തിൻ്റെ വാക്കാ ചിലപ്പം നമ്മൾ പിടിക്കും. അപ്പോഴും നമ്മൾ ധർമ്മത്തിൻ്റെ രീതിയിലാണ്. ചിലപ്പോൾ നമുക്ക് തോന്നി ഇവൻ നമ്മൾ അധർമ്മിയായിരിക്കും, അവിടെ തെറ്റുപറ്റവനായിരിക്കും, പക്ഷെ അവൻ നമ്മളെ ബന്ധുവായിരിക്കുമെങ്കിൽ നമ്മൾ ആ പക്ഷത്തിലിരിക്കും. അപ്പം അധർമ്മം ചെയ്യും. ഇങ്ങനെ ധർമ്മത്തിലും അധർമ്മത്തിലും പറ്റി ഇങ്ങനെ നഷ്ടം തിരിയും. എൻ്റെ 5 അപ്പൊ 5 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാസനായുക്തമായ ആത്മോപാധികൾ, അതായത് നമ്മുടെ ആത്മാവ്, നമ്മളിലെ ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന ആത്മാവിനാണ് ജീവാത്മാവ്. അപ്പൊ ജീവാത്മാവ് വാസനായുക്തമായ കാര്യങ്ങളിൽ പെട്ടുകൊണ്ട് വിഷയങ്ങളിൽ ആകൃഷ്ടരായിട്ട് അവയുടെ ഗുണദോഷങ്ങളെയെല്ലാം വിലയിരുത്തിക്കൊണ്ട് കാമാദി വികാരങ്ങളുടെ കാമം വികാരം ഇങ്ങനെയെല്ലാം കയറി വന്ന് 12 ഇന്ദ്രിയങ്ങളാൽ 16 ഭൂതേന്ദ്രിയങ്ങളുടെ ഭൂതേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 16 ഉണ്ട്. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്ന ശരീരം. പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്, 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്, ഈ മനസ്സുകളുണ്ട്. ഈ മനസ്സെല്ലാം ഇതെല്ലാം കൂടിയിട്ടാണ് ഈ കളി മായയിലകപ്പെട്ട് കളി കളിക്കുന്നത്. അപ്പം അതിൽ ഇവയുടെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം പ്രേരണയിൽ അകപ്പെട്ട ജീവൻ, അതായത് നമ്മുടെ ജീവാത്മാവ് അല്ലെങ്കിൽ ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കുന്ന ശക്തിവിശേഷം പല പേരുകളിലൂടെ കാണുമ്പോൾ ഓരോന്നിനെയും ഒരു പേര് വിളിച്ചിട്ട് ഇത് ഇന്ന പേരുള്ളവനാണ്, ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, ഇവൻ ഇന്ന പേരാണ്, ഇവൻ എൻ്റെ ആജന്മ ശത്രുവാണ്. അടിപിടി കൂടുമ്പോൾ നമ്മൾ നോക്കും, ഇത് ഈ പേരുകാരൻ എൻ്റെ ഫ്രണ്ടാണ്, മറ്റേത് ശത്രുവാണ്, അതുകൊണ്ട് ഞാൻ ഈ ഫ്രണ്ടിൻ്റെ കൂട്ടുപിടിക്കാം. അപ്പം പല പേരുകളിലുള്ള പേരുകളിലും ആകൃതിയിലും ചിലപ്പോൾ ആകൃതികൾ കണ്ടിട്ട് നമുക്ക് ചില ആകൃതിയോട് ഇഷ്ടം തോന്നും, ചില ആകൃതിയോട് ഇഷ്ടമില്ല. അപ്പം പല പേരുകളിൽ പല ആകൃതികളിൽ ഭേദം ധരിച്ചിട്ട് അപ്പം അതിലെല്ലാം നമുക്ക് ഭേദം കാണും. ഇവൻ ഫ്രണ്ടാണ്, ഇവൻ നമ്മുടെ ജാതിയാണ്, ഇവൻ നമ്മുടെ മതമാണ്, ഇങ്ങനെയെല്ലാം ചിന്തകൾ വരും. ഇതെല്ലാം വരുന്നതിന് കാരണം എന്താണ്? നമ്മളെ കണ്ണിലോട്ട് ഒരുത്തനെ കാണുന്നു, ബുദ്ധി പറയുന്ന അവൻ ഇന്ന ജാതിക്കാരനാണ്, ഇന്ന മതക്കാരനാണെന്ന്.
അത് തലയിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിനനുസരിച്ച് എപ്പോഴും അവരെ കാണുമ്പോൾ ആ വകഭേദം. പക്ഷെ ഇതെല്ലാം ആ നിർഗുണമായ ബ്രഹ്മമാണ് ഈ ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയിരിക്കുന്നത്. ഈ ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ ശത്രുവും മിത്രവും എല്ലാം ആയിട്ട് മാറിയിരിക്കുന്നത്. നമ്മളെ കൊണ്ട് പല കാഴ്ചയിലൂട്ടിയും കേൾവിയിലൂട്ടിയും എല്ലാം നമ്മളെ പലതായിട്ട് അവന്മാരെയെല്ലാം പലതായിട്ട് തരംതിരിച്ച് നമ്മളെ മനസ്സിൽ ഓരോ ചിന്താഗതികൾ ഉണ്ടാക്കിയിട്ട് ചിലവർ പക്ഷം കൂടും, ചിലവരുടെ എതിർപ്പ് കൂടും, എന്നിട്ട് തമ്മിൽ തല്ലി ഇതെല്ലാം ചെയ്യിക്കുന്നത് ആ ഭേദഭാവത്തോടെ ആയിത്തീരുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എല്ലാം പലതായിട്ട് കാണുകയാണ്. ഈ കാര്യം മനസ്സിലാക്കണം. ഒരൊറ്റ സാധനത്തിൽ നിന്നാണ്, ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതൊരു പ്രത്യേക രൂപത്തിൽ വന്നു എന്ന് വെച്ചിട്ട് എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഒരു സ്വർണം കൊണ്ട് വളയും മാലയെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മള് അത്രമാത്രം ഭൗതികതയിൽ ഇറങ്ങിച്ചെന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ആകൃഷ്ടമായിട്ട് വലിയ വില കൊടുത്തിട്ട് വാങ്ങുന്നത്. സ്വർണ്ണക്കടയിൽ വളയും സ്വർണം തന്നെയാണ്, മാലയും സ്വർണം തന്നെയാണ്. പക്ഷെ കുറച്ച് വേറെ തരത്തിലെല്ലാം ഉണ്ടാക്കി വെച്ചപ്പോൾ നമ്മൾ ആകൃഷ്ടരായിട്ട് അതിനു വേണ്ടി വലിയ വില കൊടുക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ ചിന്തിക്കുന്നത് ഇത് രണ്ടും സ്വർണമാണ്, ഏതെങ്കിലും ഒരു കാലത്ത് ഇത് വിൽക്കുകയാണെങ്കിൽ ഈ വില കൂട്ടി കൊടുത്തതിന് ചിലപ്പം വില കിട്ടൂല. കാരണം അതിൻ്റെ അകത്ത് കാലിലെല്ലാം പതിച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് മതി, ഇതിനൊന്നും പൈസ തരാൻ പറ്റൂല. അപ്പോൾ ഒരു വർക്കും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള വളക്ക് കിട്ടുന്ന പൈസ പോലും നമ്മൾ അധിക വില കൊടുത്തിട്ട് വാങ്ങിയ സ്വർണത്തിൽ കിട്ടില്ല. അപ്പൊ നമ്മൾ മണ്ടന്മാരാണ്, നമ്മൾ ഭൗതികതയിൽ വീണുപോയി. നമുക്ക് ആ സത്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാം സ്വർണമാണ്. പിന്നെ ഇതിന്റെ പേരിൽ ഇങ്ങനെ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും നമ്മൾ അതിൽ ഭ്രമിക്കേണ്ട കാര്യമില്ല. അതേപോലെ ഒരൊറ്റ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്ത് മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്, എല്ലാ പട്ടിപ്പൂച്ചകളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും. എല്ലാ കീടങ്ങളും മരിച്ച് അവസാനം ഉരുക്കി കഴിയുമ്പോൾ ചെന്നെത്തുന്നത്, സ്വർണം ഉരുക്കി കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് ഒരേ സ്വർണത്തിൽ. അതിന് പിന്നെ ഒരു വിലയുള്ളൂ. ഏത് ഉരുക്കിയാലും കിട്ടുന്നതിൻ്റെ ആ വെയിറ്റ് നോക്കിയിട്ട് പൈസ തരും. അതുപോലെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും കീടങ്ങളും എല്ലാം ചെന്നെത്തുന്നത്, കള്ളന്മാരും പിടിച്ചു പറിക്കാരും ശുദ്ധ ദാനം ചെയ്ത് മഹന്മാരായി നടക്കുന്നവരും എല്ലാം ചെന്നെത്തുന്നത് ഒരൊറ്റ സ്ഥലത്താണെന്ന് ഉപനിഷത്ത് പറയുന്നു. അതേ ഇതില് ബ്രഹ്മത്തിൽ. ആ ബ്രഹ്മം ഇങ്ങനെ സ്വർണം പലതായി മാറിയ മാതിരി പലതായിട്ട് പാടി എന്നല്ലാതെ എല്ലാം ആ ബ്രഹ്മം തന്നെ. അപ്പം ആ നിലയിൽ വ്യത്യാസമില്ലാതെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? നമ്മളെ കണ്ണിൽ കാണുമ്പോൾ ഒന്ന് ഉരുണ്ട് കിടക്കുന്നു, മറ്റേ നീണ്ടു കിടക്കുന്നു, മറ്റേത് തിളങ്ങുന്നു. ഇങ്ങനെയെല്ലാം കാണുമ്പോൾ കേൾക്കുന്നതെല്ലാം വെച്ചിട്ട് നമ്മളെല്ലാത്തിനെയും പലതായിട്ട് കണ്ടിട്ട് നമ്മൾ ഭൗതികതയുടെ പിന്നിലേക്ക് പോവുകയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വേദങ്ങൾ ഇറങ്ങിയ നമ്മുടെ ഭാരതത്തിലാണ് എത്ര സ്റ്റേറ്റുകളാണ് ഭാരതത്തിൽ. എല്ലാറ്റിലും ബ്രഹ്മമാണ്, ഒന്നായി കാണണമെന്ന് പഠിപ്പിച്ച വേദമുള്ളിടത്ത് എത്ര ഭാഷകളാണ്? കേരളം, തമിഴ്നാട്, കർണാടക. കേരളക്കാർ തമിഴ്നാടുകാരെ കല്യാണം കഴിക്കില്ല പണ്ട്, ഇപ്പോഴത്തെ അല്ല. കേരളത്തിൽ തന്നെ മലബാറുകാര്, ട്രാവൻകൂറുകാര്, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ എന്തെന്നാണ് ഇല്ലം വേണ്ടത്, എന്തെല്ലോ പറഞ്ഞ് ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് ആളെ പരസ്പരം കണ്ടുകൂടാതാക്കി ഇന്ത്യ മുഴുവൻ എത്ര വിഭാഗങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേദം പറയുന്നത് എന്താണ്? ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ആ ശക്തി വിശേഷമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. പിന്നെ ഇത്രയും തരംതിരിഞ്ഞ് കാണുന്നത് എന്തുകൊണ്ട്? ആത്മീയത കൊണ്ട്. ആത്മീയതയല്ലാതെ ഇതൊന്നും ആത്മീയ. പക്ഷെ ഇവരെല്ലാം പറയും നമ്മൾ ഭയങ്കര ആത്മീയവാദികളാണ്. ആർഷഭാരത സംസ്കാരം. എന്താ ആർഷഭാരത സംസ്കാരം? എല്ലാരെയും തമ്മിൽ തല്ലി പിരിച്ചതാണ്. മനുഷ്യനെ പോലും കാണാൻ പറ്റാത്ത തരത്തിൽ വേർതിരിച്ചതാണോ ആർഷഭാരത സംസ്കാരം? അതാണോ വേദങ്ങൾ പഠിപ്പിച്ചത്? അപ്പോൾ
ഭേദഭാവത്തോടെ ആയിത്തീരുന്നു, അങ്ങനെ ആയിത്തീർന്നു പോകും. അതുകൊണ്ട് നമ്മളൊന്നും ശുദ്ധ ഭൗതികവാദികളാണ്. നമ്മൾ പലതായി തിരിഞ്ഞുപോയി. ഇത്രയും തിരിച്ചല് ലോകത്തിലെ മറ്റൊരു രാജ്യത്തിലുമില്ല. ഇത്രയും വേർതിരിവ്. കേരളം, തമിഴ്നാട്, തമിഴൻ, കേരളീയൻ, കർണാടകൻ, ആന്ധ്രക്കാരൻ എന്തെല്ലാം തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ജാതി ഉണ്ടാക്കിയിട്ട് ഇത്രയും വേർതിരിവ് എവിടെ സംഭവിച്ചു? വേദങ്ങൾ പറയുന്നത് ഇതെല്ലാം ഒന്നാണ്, എല്ലാത്തിനും ഒന്നിന് ദർശിക്കണം. എന്നിട്ട് നമ്മളെ ഏറ്റവും അധികം പറയും നമ്മളാണ് ഏറ്റവും വലിയ ആത്മീയവാദികൾ. ഭയങ്കര സംസ്കാരമാണ്. ഇനി 6 മായ കൽപ്പിതം, അതങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ വിഭജിച്ചിട്ട് മനുഷ്യൻ ജീവിക്കുകയാണ്. അവർക്കൊന്നും ആത്മീയത, വേദം പറയുന്ന ആത്മീയത ഇവർക്കൊന്നും നടക്കുന്ന കാര്യമല്ല. ഇവിടെ ഒരാൾക്കും ഈ ലോകത്തില് ആത്മീയത പറയാൻ, ഈ ലോകത്തില് ആത്മീയത പറയാൻ അർഹതയില്ല. കാരണം ഈശ്വരൻ ഏകനാണ്. ഏകനാണെങ്കിൽ എല്ലാ മനുഷ്യരും ആ ഈശ്വരനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. എല്ലാവരെയും ഒന്നായി കാണാനായിട്ട് ശ്രമിക്കണം, പറ്റണം. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിയെടുത്ത് മതപരിവർത്തനം ചെയ്താലേ ഇവനെ ഞാൻ അംഗീകരിക്കുക, എൻ്റെ ഈശ്വരൻ്റെ ആളായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അവനെപ്പോലത്തെ അജ്ഞാനി ഈ ലോകത്തിൽ അറിയില്ല. വേദം പറയുന്നു. ഇനി 6 മായാകൽപിതമായ നമ്മള് ജീവനല്ലെങ്കിൽ ജീവാത്മാവ് പലവിധ ഉപാധികളിൽ അകപ്പെട്ടുകൊണ്ട്, ജീവനോപാധികളിൽ അകപ്പെട്ടുകൊണ്ട് സംസാര ചക്രത്തിൽ എന്നിട്ട് വട്ടം ചുറ്റിക്കൊണ്ട് മനസ്സ് ആത്മീയ ചൈതന്യത്തെ ആശ്രയിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തന്നെയാണ് ഈ ജീവാത്മാവ് തന്നെയാണ്. ആ ശക്തി തന്നെയാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാനാണ് ഇങ്ങനെയെല്ലാം ചെയ്യിച്ചിരിക്കുന്നത്. ആശ്രയിച്ച് സുഖദുഃഖ മോഹാദികളിലൂടെ എങ്ങും വ്യവഹരിക്കുന്നു. അപ്പൊ ഈ ജീവാത്മാവ്, നമ്മളുടെ ജീവാത്മാവ് പരമാത്മാവാണ് നിർഗുണമായിട്ടിരിക്കുന്നത്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ. അപ്പൊ നമുക്ക് വൈവിധ്യങ്ങളുണ്ട്. ഈ ജീവാത്മാവ് നമ്മളെ ഇങ്ങനെ പല ഉപാധികളായിട്ട് തിരിച്ചിട്ട് സുഖ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്ന തരത്തില് മോഹത്തിൽ അടിമപ്പെട്ട് ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ കടന്ന് വ്യാപിക്കുകയാണ്. 7 ആ കാലത്ത് അങ്ങനെ നടക്കുന്നവരിൽ, അത് ബൗദ്ധികവാദികളില് ജാഗ്രതയിൽ സ്ഥൂല രൂപത്തിലും, നമ്മൾ ഉറപ്പ് ഞെട്ടിയിരിക്കുമ്പോൾ എല്ലാത്തിനും സ്ഥൂല രൂപത്തിൽ പലതായിട്ട് കാണുന്നു. സ്വപ്നത്തിൽ സൂക്ഷ്മ രൂപത്തിലും, സ്വപ്നത്തിലും നമ്മൾ എന്തെല്ലോ കാണുന്നുണ്ട്. പ്രപഞ്ചത്തിൽ വ്യാപാരത്തിൽ അകപ്പെട്ട് ആത്മാവിനെല്ലാം ദൃശ്യമായിട്ട് ഭവിക്കുന്നു. നമ്മൾ ആത്മാവിന്, ജീവാത്മാവിന് സ്വപ്നത്തിലും സൂക്ഷ്മ രൂപത്തിലും, ഉണർന്നിരിക്കുമ്പോൾ സ്ഥൂല രൂപത്തിലും ഇവിടെയുള്ള വസ്തുക്കളെല്ലാം പലതായിട്ട് അനുഭവപ്പെടുന്നു. യഥാർത്ഥത്തിൽ എല്ലാം ഒന്നിൽ നിന്നുണ്ടായതാണ്. സ്വർണത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെങ്കിലും ഒരു സ്വർണ്ണക്കടയിൽ ചേർക്കുമ്പോൾ ഇതെല്ലാം പലതായിട്ട് തോന്നിയാണ്. മോതിരിയും മറ്റും എല്ലാം. അല്ലാതെ ഇതിനെ സ്വർണമായിട്ട് കാണാൻ പറ്റുന്നില്ല, പറ്റൂല്ല. ഇത് കേൾക്കുന്നവർക്കും പറ്റൂല. സ്വർണ്ണക്കടയിൽ പോയിട്ട് എല്ലാം സ്വർണ്ണമാണെന്ന് കാണാൻ പറ്റുമോ? അത് പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് പൈസ എന്നാ പിന്നെ എല്ലാം ഒരേ പൈസക്ക് തരാമെന്ന് പറഞ്ഞാൽ അവൻ തരുമോ? കാണാൻ പറ്റൂല. നമ്മൾ അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കില്ല. മുക്തി ലഭിക്കണ്ടെങ്കിൽ ഇതെല്ലാം സ്വർണമാണ് എന്ന് ധരിച്ചുകൊണ്ട് അക്കാര്യത്തിൽ കുറച്ചും കൂടിയും പുരുഷന്മാരായിരിക്കും കുറച്ചും കൂടി സത്യത്തോടടുക്കുന്നത്. കാരണം സ്ത്രീകൾക്കാണ് ഇതിലല്ല. അപ്പം പറയുമ്പം പറയും വെറുതെ കല്ലുള്ളത്. ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ആണുങ്ങൾ, എന്തിനീ കല്ലല്ല ഈ വിൽക്കുമ്പം ഈ കല്ലെല്ലാം എടുത്ത് അവർ ദൂരക്കടി കല്ലിൻ്റെ പൈസ തരും. കല്ല് വരുമ്പോൾ വില കൂടി, മറ്റേത് വാങ്ങിക്കോ, അതൊന്നും പല ഇതന്നെ വേണം. അപ്പോൾ അവർ ഈ വ്യത്യസ്തതയിലും ഭൗതികതയില് വീണുപോയിരിക്കുകയാണ് സ്ത്രീകളിൽ ഭൂരിപക്ഷം. പുരുഷന്മാർ ഒരു പരിധി വരെ അതിൽ നിന്ന് മുക്തമായവരുണ്ട്, ബാക്കിയുള്ളതെല്ലാം കണക്കാണ്. എന്നിട്ട് ഇവരാണ് പറയാൻ നമ്മൾ ഭയങ്കര ആത്മീയവാദി. എന്ത് ആത്മീയം?
ഇതെല്ലാം ആത്മീയമാണ്. എല്ലാത്തിനും പലതായി കാണാൻ ശ്രമിക്കുന്നതിന് എങ്ങനെ ആത്മീയം പറയുന്നത്? ഒരു ആത്മീയതയില്ല. നടക്കുന്ന കാര്യമല്ല ആത്മീയത. അവർക്കൊന്നും ഒരു ചുക്ക് ആത്മീയത നടക്കാൻ പോകുന്നില്ല. ഭൗതികതയിൽ എല്ലാം വ്യത്യസ്തമായി കണ്ടുകൊണ്ട് ജീവിച്ചു പോയിക്കൊള്ളുക. കാലം അങ്ങനെയാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. കാലത്തിനെല്ലാം വ്യത്യസ്തമായിട്ട് കണ്ടാലേ ഇവൻ കർമ്മം ചെയ്തിട്ട് പലതരത്തിലുള്ള സുന്ദരമായ വസ്തുക്കൾ. ഭൗതിക ലോകത്തില് സ്വർണം തന്നെ പല ഭംഗിയിലെല്ലാം ഉണ്ടാകും. ഒരു സുന്ദരമായ ലോകമാണ് ഉണ്ടാകുന്നത്, അത് ഭൗതിക ലോകത്തിലാണ്. അതിലതിന് പ്രാധാന്യമുണ്ട്. അപ്പോഴേ മനുഷ്യൻ അധ്വാനിച്ച് പാടുപെട്ട് ആ സ്വർണത്തേൽ ഉരുക്കി പല രൂപത്തിൽ കൊത്തുപണികളെല്ലാം ചെയ്തിട്ട് പലതായിട്ട് ഭംഗിയുള്ളതാണ്. അത് ഭൗതിക ലോകമാണ്. നമ്മളെല്ലാം ഭൗതിക ലോകത്തിലാണ്. നമ്മളെല്ലാം സ്വർണത്തിന് അല്ലാതെ സ്വർണ്ണക്കടയിൽ പോയിട്ട് എല്ലാം സ്വർണ്ണമാണെന്നൊന്നും ചിന്തിക്കാൻ എനിക്കും പറ്റില്ല. നമ്മൾ ഭൗതിക, അതുകൊണ്ട് അതിൻ്റെ തെളിവെന്താണ്? നമ്മൾ ഭൗതിക ലോകമാണ്. ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ നമ്മൾ പാടുപെടുകയാണ്. പക്ഷെ നമ്മൾ കയറിയിട്ട് നമ്മൾ ആത്മീയത പറയാൻ നടക്കരുത്. അത് നടക്കുന്ന കാര്യമായി. എന്നിട്ട് അല്ലാതെ എനിക്കും സ്വർണം കാണുമ്പോൾ മോതിരത്തിലും മറ്റേനും കടയിൽ പോയിട്ട് ഇത് രണ്ട് സ്വർണ്ണമാണെന്ന് ഞാൻ പറയുക. എനിക്ക് ഇങ്ങനെ അയാൾ പറയുന്നത് നിങ്ങൾക്ക് എന്താ പറ്റുണ്ടോ എന്ന്. ഇത് പിന്നെ ആരാണ്? എത്ര ജോലി ഇല്ലാത്തുണ്ട്, എത്ര കൂലിയുണ്ട്, പണിക്കൂലിയുണ്ട്. സയൻസ് പഠിച്ച് ഇന്നത്തെ ഭൗതിക ശാസ്ത്രമെല്ലാം പഠിച്ചവർക്ക് ശരിയാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ അകത്ത് പറയാൻ മാൻ വർക്കെല്ലാം വരുന്നുണ്ട്. അപ്പം അതിന് പൈസ കൂട്ടും. പക്ഷെ നമ്മൾക്ക് അത് ശരി തന്നെയാണ്. ഈ ഭൗതിക ലോകത്തിൽ നടക്കുന്നതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരി തന്നെയാണ്. നമ്മൾ അതിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ ഞാൻ കയറിയിട്ട് ഞാൻ ആത്മീയവാദിയാണ്, എല്ലാത്തിലും ബ്രഹ്മത്തിലാണ് ഞാൻ ദർശിക്കുന്നതെന്ന് പറയാനുള്ള അർഹത നമുക്കില്ല. നടക്കുന്ന കാര്യമല്ല. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുകയാണെങ്കിൽ പിന്നെ ഈ സ്വർണത്തിന്റെ പിന്നാലെ ഓടുന്നെങ്ങനെ? ഇപ്പം നമ്മളെല്ലാം ആത്മീയത എന്നത് വായി കൂട്ടി വെക്കുക. എന്നിട്ട് വിരക്തി വരുന്നവര് അവര് പറയും ഇതെല്ലാം ഇത് എന്ത് സ്വർണം, ഈ സ്വർണം എന്തിനാണ് എടുത്ത കളായെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തെ മുഴുവൻ ഉപേക്ഷിച്ച് പോകും. സ്വർണ്ണം എല്ലാം എടുത്ത് കളഞ്ഞ എല്ലാം നീ എടുത്തോ, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. അവര് ആത്മീയവാദികൾ. അവര് ഭ്രാന്തന്മാരെ പോലെ. ആ വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇവര് എല്ലാത്തിലും കയറ്റിട്ട് ഇത് തന്നെയാണ് പറയുന്നത്. എന്നാലെങ്കിലും ഈ വ്യത്യാസം ഒന്ന് തലയിൽ കയറട്ടെ. നിങ്ങളൊന്നും ആത്മീയവാദികളല്ല. ആത്മീയവാദികളാണെങ്കിൽ ഇത് ഉപേക്ഷിക്കുക. എൻ്റെ ആത്മാവിനെ ദൃശ്യമായി ഭവിക്കുന്നു. അതുകൊണ്ട് ആ മനസ്സിനെ ഗുണാദി അഭിമാനവുമായിട്ടും അല്ലെങ്കിൽ മോക്ഷം എന്നീ ഉത്കൃഷ്ടമായ രണ്ട് അവസ്ഥകളുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ മനസ്സിന് രണ്ട് തരം അവസ്ഥകളുണ്ട്. ഒന്ന് ഭൗതികമായി ജീവിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇതിനെ വിട്ടിട്ട് ബ്രഹ്മത്തിൽ ഇതെല്ലാം മിഥ്യയാണ്, ഇതെല്ലാം ശക്തിവിശേഷം നമ്മളെ കൊണ്ട് ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വ്യത്യസ്തമായിട്ടെല്ലാം തോന്നിപ്പിച്ചിട്ട് ഓരോന്നിലും താല്പര്യം ഉണ്ടാക്കിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കിയിട്ട് വിട്ടെറിഞ്ഞു പോകുന്ന മോക്ഷമാർഗം. അപ്പോൾ ഇതിന് രണ്ട് വഴികളുണ്ട് മനുഷ്യർക്ക്. അത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. മനസ്സിൽ ഇതിൽ നിന്നെല്ലാം മോചനം നേടുന്ന തരത്തിൽ മോക്ഷമാർഗത്തിലേക്ക് നീങ്ങാൻ പറ്റണം. 8 പറയുകയാണ്, വിഷയങ്ങളിൽ ആസക്തമായ മനസ്സ് അജ്ഞാനിക്ക് സംസാര ക്ലേശം ഉണ്ടാക്കും. വിഷയങ്ങളിൽ ആസക്തമായ, വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് മോതിരമാണ്, അത് കൊത്തുപണിയുള്ള മാലയാണ്, മാലക്ക് കുറേ കർമ്മ വർക്ക് ചെയ്യാനുണ്ട്, അതിന് ആ രൂപത്തിൽ പണിയെടുക്കാൻ കുറേ ചിലവുണ്ട്, ആൾക്കാരെ വെച്ചിട്ട് അതിനെല്ലാം ആ രൂപത്തിലാക്കി കൊത്തിയെടുക്കണം, ഉരുക്കി എടുക്കണം, അതിന് യന്ത്രങ്ങൾ വേണം, അപ്പം ചിലവ് കൂടും. അപ്പം വളരെ കട്ടിയും വില മാലക്കാണ്. ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഭൗതിക ലോകത്തിലെ വിഷയങ്ങളുമായിട്ട്, ഇതെല്ലാം വിഷയങ്ങളാണ്, എഞ്ചിനീയറിംഗ് വിഷയമാണ്. ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്നവർക്ക് അവർ അജ്ഞാനികളാണ്. അവർ സംസാര ക്ലേശത്തിനും ഇടവരും. അവർ സുഖദുഃഖങ്ങളും കഷ്ടതകളും അനുഭവിച്ച് ജീവിതത്തിൽ അതിൻ്റെ പിന്നാലെ നടക്കും.
വിഷയസംബന്ധമല്ലാത്ത മനസ്സ് ശാശ്വതമായ ആനന്ദത്തിന് ഹേതുവാകും. എന്നാൽ ഇതെല്ലാം സ്വർണം തന്നെ. വളയായാലും സ്വർണം വിൽക്കുമ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇതിട്ട് നടക്കാനാണോ പോകുന്നത്? എന്തൊക്കെ ആവശ്യം വരുമ്പോൾ എന്തായാലും വിൽക്കാൻ തുടങ്ങുമ്പോൾ അവിടെ കടയിൽ ചെല്ലുമ്പോൾ എന്ത് പറയും? ഈ മാലക്കൊന്നും അത്ര വിലയൊന്നും പറ്റില്ല, അതിന്റെ കല്ലെല്ലാം എടുത്ത് പൊട്ടിച്ച് കളയണം, എന്നിട്ട് ഉരുക്കണം. അപ്പം വള ഉരുക്കിയാൽ കിട്ടുന്ന പൈസ പോലും ഇതിന് കിട്ടില്ല. എന്നാൽ വിഷയസംബന്ധമല്ലാത്ത മനസ്സുള്ളവര് ഇപ്പൊ ഇതെല്ലാം വെറുതെ ആളെ പറ്റിക്കുന്ന പരിപാടികളാണ്, എല്ലാം സ്വർണം തന്നെയാണ് എന്ന് വിചാരിച്ച് കുറച്ച് പൈസ കിട്ടുമ്പോൾ ഈ സ്വർണമൊന്നും വാങ്ങാതെ, ഈ വാളിയും വലയൊന്നും വാങ്ങാതെ ആ ബിസ്ക്കറ്റ് മാതിരിയുള്ള കിട്ടും, കോയിനായിട്ട് കിട്ടും, പണിയൊന്നും ഉണ്ടാവില്ല. അപ്പം അതിന് പണിക്കൂലിയൊന്നും ഉണ്ടാവില്ല. അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ വെക്കുമ്പോൾ ശരിയായ വിലയും കിട്ടും. അപ്പം വിഷയം, അപ്പം അവിടെ വിഷയം ചിന്തിക്കുന്നില്ല. എന്നാലും വിഷയം തന്നെയാണ്, പണത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി, ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്കൊന്നും ഇത് പറഞ്ഞതല്ല, ഞാൻ പറയുന്ന ഒരു ഉദാഹരണത്തിന് ലളിതമായിട്ടൊന്നും പറഞ്ഞതാണ്. ഒരു വിഷയ സംബന്ധമില്ലാത്ത മനസ്സ്, ഇതിലൊന്നും താല്പര്യം, ഈ ലോകത്തിലുള്ള കാണുന്ന എല്ലാം ബ്രഹ്മം തന്നെയാണ്. അത് പല രൂപത്തിലായി മാറിക്കിടക്കുന്നുണ്ട്. അതിലൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇതെല്ലാം ആ ശക്തി എന്നെ കൊണ്ട് ജയിപ്പിക്കുക. അങ്ങനെ വിഷയങ്ങളിൽ നിന്നെല്ലാം വിട്ട് മനസ്സൊന്നിലും തല കൊടുക്കാതെ നിൽക്കുന്നവർക്ക് ശാശ്വത ആനന്ദം കിട്ടും. അവർക്ക് മനസ്സിനെ പൂർണ്ണ സമാധാനമാണ്. കാരണം അവർക്ക് എന്താ ആഗ്രഹമില്ല, ഒരാഗ്രഹവും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിയാണ്, നമ്മൾ വീടെല്ലാം വിട്ട് ഇറങ്ങിയാണ്, തിന്നാനുള്ള ആഗ്രഹമില്ല, മനസ്സിൽ തിന്നണം എന്നുള്ള ആഗ്രഹമില്ല, ഒന്നിനോടും ആഗ്രഹമില്ല. എന്നാലും അങ്ങനെ നടക്കുമ്പോൾ വിശക്കുമ്പോൾ വല്ലയിടത്ത് നിന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും വീട് കിടക്കുന്നുണ്ട്, എല്ലാ വല്ലവരോടും അവിടെ ആ ക്ഷേത്രത്തിൽ ഇപ്പം എന്തോ ഉച്ച സമയമാണ്, അവിടെ ഭക്ഷണമായ വേണ്ടിക്ക് കൈ നീട്ടി, അല്ലെങ്കിൽ ആരോടെങ്കിലും കൈ നീട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും തരും. 10 ആളോട് ചോദിച്ചാലും ആരെങ്കിലും എന്തെങ്കിലും തരും. അല്ലെങ്കിൽ വീട്ടിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വിശക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് തരും. എന്തെങ്കിലും ചീഞ്ഞ തലേന്നെത്തി അങ്ങനെ എടുത്ത് തരും, അത് മതിയല്ലോ. ഇവിടെ നിൽക്കാൻ കിട്ടും. ഉടുപ്പ് ഷർട്ടെല്ലാം മുഷിൻ്റെ എടുത്ത് കളയുക, എന്നിട്ട് വല്ലതും എടുത്ത് ആത്മശല്യം ചെയ്യാതിരിക്കുക. ഇവിടെ നിങ്ങൾ റോട്ടും വന്നല്ല എത്ര പേരെ തുണി കിട്ടും. വേദം പറയുന്നതാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എൻ്റെ എടുത്തിട്ട് പറയുന്നതല്ല. ഉപനിഷത്തുകൾ അതും ചുറ്റി നടക്കണം. കടപ്പുറത്ത് പോയി സുഖമായിട്ട് കിടക്കണം. കൊതുക് പോലും ഉണ്ടാവില്ല കടപ്പുറത്ത് നിന്നാണ് എനിക്ക് തോന്നുന്നത്. കടപ്പുറത്ത് കൊതുക് ഉണ്ടാവില്ല, കാരണം ഈ കാറ്റുള്ളതുകൊണ്ട് സുഖമായിട്ട് കടപ്പുറത്ത് പോയി അങ്ങ് കിടക്കുക. രാവിലെ എണീച്ച് അങ്ങനെ നടക്കുക, പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട്. വിശക്കുമ്പോൾ ഇവിടെ നിന്ന് കൈയിട്ട് തിന്നുക. ഉടുപ്പിലൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ എന്താ പ്രശ്നം? നമുക്ക് ജീവിതത്തിൽ എന്താണ് പ്രശ്നം എന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര സുന്ദരമായ, ഒരു ടെൻഷനും ഇല്ല, ആരും പാരവെക്കാനും തരില്ല, ഒന്നുമില്ല. നിസ്സാര കാര്യമല്ല. ഇറങ്ങിയിട്ട് അങ്ങനെ ജീവിച്ചവന് പിന്നെ വീട്ടിൽ കയറി താമസിക്കൊന്നുമില്ല, അത്രയും മനസമാധാനമായിരിക്കും. വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം സുഖ ദുഃഖങ്ങളും ക്ലേശങ്ങളും എല്ലാമായിട്ട് പാപികളായിട്ട് കഷ്ടപ്പെടും. സംശയമൊന്നും വേണ്ട, ആർക്കും സമാധാനം കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ശാശ്വത ആനന്ദത്തിന് ഹേതുവാകും. വിളക്ക് തിരിയെയും എണ്ണയെയും ആശ്രയിച്ച് പുകയോടും പുകയില്ലാതോടും കത്തി ജ്വലിക്കുന്നത് പോലെ, ഒരു വിളക്ക് കത്തുമ്പോൾ അതിൻ്റെ എണ്ണേനെ തിരിനെല്ലാം ആശ്രയിച്ച് ചിലപ്പോൾ അത് പൊട്ടിക്കൊണ്ട് കത്തും, ചിലപ്പോൾ നല്ല ശുദ്ധമായിട്ട് കത്തും. അതുപോലെ മനസ്സ് ഗുണകർമ്മങ്ങളിൽ, നല്ല കർമ്മങ്ങളിൽ പെടുമ്പോൾ നാനാതരം വൃത്തികളെ പ്രാപിക്കും. എന്തെങ്കിലും കർമ്മങ്ങളുമായിട്ട്, നല്ല കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സ് പോവുകയാണെങ്കിൽ, നല്ല കർമ്മങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ട് പോകും, നല്ല കർമ്മങ്ങൾ മാത്രം. എന്നാൽ കർമ്മമില്ലാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നി എന്ത് ചെയ്യാൻ കിടക്കുന്ന ഒന്നുമില്ല, ഈ ജീവിതത്തിൽ ഒരു കാര്യമില്ല, ഇവിടെ കർമ്മം ചെയ്യുന്നതിനൊന്നും ഒരു കാര്യമില്ല. എന്നിട്ട് അവനവൻ്റെ വഴിയിൽ നേരത്തെ പറഞ്ഞ സന്യാസം പോലെ ഒരു കർമ്മത്തിലും താല്പര്യമില്ലാതെ, കുടുംബവും വേണ്ട, ഒന്നും വേണ്ട, ഒരു കർമ്മവും ഇല്ല, ബ്രഹ്മമേ ശരണം എന്ന് വെച്ച് പോവുകയാണെങ്കിൽ ആത്മസ്വരൂപത്തെ പ്രാപിക്കും.
അപ്പം നല്ല കർമ്മം ചെയ്തിട്ട് പോകാം. അപ്പോൾ ആത്മീയവാദികൾക്ക് എല്ലാം വിട്ടെറിഞ്ഞു പോകാം, കർമ്മമൊന്നുമില്ലാതെ വിട്ടെറിഞ്ഞു പോകാം. എല്ലാ ഭൗതികതയിൽ ജീവിക്കുന്നതിന് നല്ല നല്ല കർമ്മങ്ങൾ എടുത്തുകൊണ്ട് ചെയ്തിട്ടങ്ങ് പോവുക. എന്നിട്ടോ 9 മനസ്സിന്റെ വൃത്തികൾ 11 തരമാണെന്ന് പറയുന്നു. മനസ്സിൽ 11 തരത്തിലാണ് ഈ മനസ്സിനെ വൃത്തികൾ സ്വാധീനിക്കുന്നത്. അതിൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കാണുക, കേൾക്കുക, രുചിക്കുക, ഇങ്ങനെയല്ല ഉള്ളത്. മനസ്സിലെത്തുമ്പോഴാണ് ഒന്ന് കാണുമ്പോൾ അത് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള, പിന്നെ അതിനപ്പുറത്തുനിന്ന് കർമ്മം, അതിനനുസരിച്ചിട്ട് അത് നേടാനുള്ള ശ്രമം. ഏത് 5 കർമ്മേന്ദ്രിയങ്ങൾ, കയ്യും കാലും എല്ലാം ഉപയോഗിച്ചിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ പോകും. അപ്പം 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഒരു അഭിമാന രൂപവും, ഞാനെന്നൊരു അഭിമാനം, ഞാനെന്ന ചിന്തയുണ്ടെങ്കിലേ അതിൻ്റെ പിന്നാലെ പോവുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഗാഠനിദ്ര സമയത്ത് നമ്മളൊന്നിനും പോകുന്നില്ല, നമ്മൾ കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. നിദ്രയിൽ നിന്ന് ഞെട്ടുമ്പോഴാണ് മനസ്സ് വരുന്നത്, ഞാനെന്ന ചിന്ത വരുന്നത്. ഈ ഞാനെന്ന ചിന്ത വരുമ്പോഴാണ് കാണുന്നീ കേൾക്കുന്നീ എല്ലാ അടിസ്ഥാനത്തിൽ എടുത്തിയാണ്. അപ്പൊ ഇങ്ങനെ 11 നമ്മളെ കർമ്മത്തിലേക്ക്, മനസ്സിനെ കർമ്മത്തിലേക്ക് നയിക്കുന്നത്. അത് ശബ്ദാദികളാണ്, ഗമനാദികളാണ്, ശരീരം എന്നിവയെല്ലാം. എന്നിട്ട് 10 പറയുന്നു, കുറച്ചും കൂടി വിസ്തരിച്ച് പറയുന്നു, ഗന്ധം, രൂപം കണ്ണുകൊണ്ട് കാണുക, സ്പർശം, രസം നാവില്, ശബ്ദം. ഇതാണ് ബുദ്ധിയെ വർക്ക് ചെയ്യിപ്പിക്കുന്ന, ബുദ്ധിയെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്. ഓരോന്ന് കാണുമ്പോൾ ബുദ്ധി വർക്ക് ചെയ്യും, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും. പിന്നെ വിസർജനം, സംഭോഗം, ഗമനം, പ്രഭാഷണം, പ്രവൃത്തി, ഇവയാണ് കർമ്മവൃത്തികൾ. കാണുന്നതും കേൾക്കുന്നതും അനുസരിച്ച് നമ്മൾ പിന്നെ കർമ്മം ചെയ്യാൻ തുടങ്ങും. എൻ്റേതെന്ന തോന്നൽ അഭിമാനവൃത്തി. പിന്നെയാണ് അഭിമാനവൃത്തി, നേരത്തെ പറഞ്ഞ ഞാനെന്ന ഒരു എൻ്റേതെന്ന തോന്നൽ. ഇതെല്ലാം കൂടിയിട്ടാണ് 11 തരത്തിൽ നമ്മളെ മനസ്സിനെ കർമ്മത്തിലേക്ക് നയിക്കുന്നത്. ചിലർ ജീവൻ ശയിക്കുന്ന ആ സ്ഥലത്തെ അഹങ്കാരം എന്ന 12ാമത്തേതായിട്ടും പറയുന്നുണ്ട്. അഹങ്കാരം എന്നത് ഞാനെന്നൊരു ബോധമുണ്ടാക്കുന്നത്, അതിനെ 12ആയിട്ടും ചിലത് അതിനെ വേറെ തന്നെ ആയിട്ട് പറയാറുണ്ട് ചിലവർ. ഇനി 11 മനസ്സിന്റെ ഭാവഭേദമായ ഈ 11 വൃത്തികൾ, വിഷയങ്ങൾ, ഈ ചെയ്യുന്ന പരിണാമങ്ങൾ, ഈ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പൊ എല്ലാവരിലും കാണുക, കേൾക്കുക, ആ ഞാനെന്ന ചിന്തയും വെച്ച് ആ മനസ്സ് കിടന്നിട്ട് വർക്ക് ചെയ്തിട്ടാണ് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. ഈ കർമ്മം തന്നെ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പലവരും പലതായി കാണും. പരിണാമം സംഭവിക്കുന്നതനുസരിച്ച് നമ്മളിലുള്ള വിഷയങ്ങളോടുള്ള സമീപനം മാറും. പണ്ട് കാലത്ത് ഒരു സംഭവം കാണുന്നത് പോലെയല്ല നമ്മൾ ഇന്ന് കാണുന്നത്. കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്ന മനസ്സിലാക്കിയ രൂപത്തിലെല്ലാം വലുതാകുമ്പോഴും മനസ്സിലാക്കുന്നത്, പ്രായമാകുമ്പോൾ അതിനെ വിലയിരുത്തുന്നത് വേറൊരു തരത്തിലാണ്. പരിണാമമനുസരിച്ചും മാറ്റം വരും. വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ വിഷയത്തിനും എനിക്ക് ചില വിഷയം നല്ലതായി തോന്നുമ്പോൾ ചിലവർക്ക് അത് മോശമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ പരിണാമത്തിന് ഏതുമായ നമ്മുടെ സ്വഭാവം അനുസരിച്ച്, എൻ്റെ സ്വഭാവവും മറ്റുള്ളവരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. അതിനനുസരിച്ച് അവർ പ്രതികരിക്കുന്നതും പലതരത്തിലായിരിക്കും. സംസ്കാരം, പലതരം സംസ്കാരങ്ങൾ, ആർഷഭാരത സംസ്കാരം, മറ്റേ യഹൂദ സംസ്കാരം, ഇസ്ലാമിക സംസ്കാരം എന്നെല്ലാം പറഞ്ഞിട്ട് നടക്കുന്നവർക്ക് പിന്നെ അതിൻ്റെ പേര് വ്യത്യസ്തമാണ്. പിന്നെ കാലത്തിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കും. നമ്മളെ ചിന്തിക്കുന്നവരെയല്ല നമ്മളെ മക്കളെ ചിന്തിക്കുന്നു ഒരേ വിഷയത്തിൽ. എന്നിവ നിമിത്തമായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, 11 തരം കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പല വ്യക്തികളായിട്ട് സമൂഹമായിട്ട് എടുക്കുമ്പോൾ അത് 100ആയിട്ടും പിന്നെ 1000ആയിട്ടും ഒടുവിൽ കോടികളായിട്ടും മാറും. അങ്ങനെയാണ് ഈ ലോകത്തിൽ പലതരം കർമ്മങ്ങൾ ഓരോ ആളും ചെയ്തു കൂട്ടുന്നത്. എല്ലാം പരസ്പര വിദ്യമാണ്. അവരവരുടെ സംസ്കാരം അനുസരിച്ച്
എന്തെല്ലോ കാട്ടിക്കൂട്ടും. കാണുന്ന അവയവങ്ങളെല്ലാം കണക്ക് തന്നെയാണ്. കണ്ണും മൂക്കും കൈയും കാലും എല്ലാം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ കാലഭേദങ്ങൾ സംസ്കാരങ്ങളെല്ലാം അനുസരിച്ച് ഒരേ വിഷയത്തിൽ തന്നെ അവർ പലതരത്തിൽ പല കാലഘട്ടത്തിൽ വ്യാഖ്യാനിച്ചിട്ട് പലതായിട്ട് നടന്ന് തമ്മിൽ തല്ലി എന്തെല്ലാം കാട്ടിക്കും. അത് കോടിക്കണക്കിനായി മാറും. അത് ജീവാത്മാവിൻ്റെ ശക്തിയാൽ സംഭവിക്കും. അപ്പം ജീവാത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവാത്മാവാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അവ പരസ്പരം ചേർന്നിട്ടൊന്നുമല്ല, തന്നെത്താനുമല്ല, അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചു പോവുകയാണ്. ഇനി 12 പറയുകയാണ്, പരിശുദ്ധനായ ക്ഷേത്രജ്ഞൻ അഥവാ ആത്മാവ്, പരിശുദ്ധനായ ആത്മാവ് മായയാൽ അവിശുദ്ധമായ സംസാര ചക്രത്തിൽപ്പെട്ട്, ആത്മാവ് നല്ല ശുദ്ധം തന്നെയാണ്, എല്ലാവരുടെ ആത്മാവും ജനിക്കുമ്പോൾ നല്ലത് തന്നെയായിരുന്നു. പക്ഷേ മായയിലകപ്പെട്ട് അവിശുദ്ധമായ സംസാര ചക്രത്തിലകപ്പെട്ട് ഈ പ്രപഞ്ചമാകുന്ന ഇത്തരം വ്യത്യസ്തങ്ങളായ സംസാരങ്ങളിൽ കെട്ട് ജീവന്റെ ഉപാധിയായ മനസ്സിന്റെ വിഭ്രാന്തികൾ, മനസ്സിൽ പല വിഭ്രാന്തികൾ ഉണ്ടാവും ഈ പല സംസ്കാരങ്ങളിൽ വരുമ്പോൾ. എന്നിട്ട് ജാഗ്രത, സ്വപ്നം എന്നീ അവസ്ഥകളിൽ ആവിർഭൂതങ്ങളായി മാറുന്നു. ജാഗ്രതയിലും സ്വപ്നത്തിലും എല്ലാം ഇത് പല രൂപത്തിലും നമ്മളിൽ പ്രകടമാകുന്നത്. ഇങ്ങനെ കാലദേശത്തിനെല്ലാം അനുസരിച്ച് നമ്മൾ ആത്മാവ് ജീവാത്മാവ് ശുദ്ധനാണെങ്കിലും ഈ സംസാര ചക്രത്തിലകപ്പെട്ട് ഈ കാണുന്നതും കേൾക്കുന്നതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പലതരത്തിൽ മനസ്സ് വ്യാഖ്യാനിച്ചിട്ട് അവസാനം എന്ന് പറയുന്നു സ്വപ്നത്തിലും ജാഗ്രതാവസ്ഥയിലും സുഷുപ്തിയിലെല്ലാവരും ഇതുപോലെ തന്നെയാണ്. നല്ല കൂർക്കം വലിച്ച് ഉറങ്ങും എല്ലാവരും. അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനും മുസ്ലിമും ഒന്നുമില്ല. നല്ല ഗാഠനിദ്രയിൽ ഈ സ്വപ്നം കാണുമ്പോൾ പിന്നെ അതെല്ലാം തലയിലേക്ക്. ജാഗ്രതാവസ്ഥയിലാണെങ്കിൽ അതിനെ മൂർച്ഛിച്ച അവസ്ഥയിലാണ്. സ്വപ്നത്തിലും ജാതിയും മതമെല്ലാം കീഴിൽ വരും. പക്ഷെ ഗാഠനിദ്രയിൽ എല്ലാവരും എന്തൊരു ശാന്തമായിട്ടാണ് എല്ലാവരുടെ ഉള്ളിലുള്ള ദുഷി ഒന്നും പുറത്ത് പ്രകടമാവുന്നില്ല. എന്നിട്ട് 13 പദാർത്ഥബോധനായ ക്ഷേത്രജ്ഞൻ അഥവാ ഈശ്വരൻ, ഈ പ്രപഞ്ചമായി മാറി തീർന്ന ഈശ്വരൻ, ആ ഈശ്വരനാണ് നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവ്. അത് വേറെ തന്നെയാണ്. അത് സാക്ഷിയായിട്ടാണ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായ ഈശ്വരൻ, ഏകമായ ബ്രഹ്മം. അതാണ് ഈ ശരീരമായി മാറുന്നതും. നമ്മളെ ശരീരത്തിൽ കയറി നിന്നുകൊണ്ട് ഞാനെന്നൊരു ചിന്താഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവാത്മാവിനെ സൃഷ്ടിച്ചിട്ട് ആ ജീവാത്മാവിനെ കൊണ്ടാണ് ഇത് അത്രയും കാട്ടിക്കൂട്ടുന്നത്. ഇതുവരെ പറഞ്ഞതല്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രേരക ശക്തിയായ ഈശ്വരൻ പരമാത്മാവ് സർവവ്യാപിയും, അത് എല്ലായിടവും ഉണ്ട്, എല്ലാ ജീവജാലങ്ങളിലും ഈ ലോകം മുഴുവനുണ്ട്. സർവ അന്തകരണങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. സർവത്തിൻ്റെയും കാരണഭൂതം അതാണ്. ഈ കളിയെല്ലാം എല്ലാവരെ കൊണ്ടും കളിപ്പിക്കുന്നത് ആ ഒരൊറ്റ ഈശ്വരനാണ്. അത് എല്ലാവരിലും നിന്നുകൊണ്ടാണ് എല്ലാവരിലും വ്യത്യസ്തമായ ചിന്താഗതികൾ ഉണ്ടാക്കിയിട്ട് ഞാനാണ് എന്ന്, ഞാൻ പെണ്ണാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ് എന്ന ചിന്തയെല്ലാം ഉണ്ടാക്കിയിട്ട് പലവരിലും കയറിയിട്ട് പലതരത്തിലായിട്ട് വിഘടിച്ചിട്ട് അവരിലൂടെ ഓരോ ആഗ്രഹങ്ങൾ ഇട്ടുകൊണ്ട് പലതരം കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുകയാണ്. കാരണം ലോകത്തിൽ പലതരം കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം പലതരം സ്വഭാവമുള്ള ആൾക്കാർ വേണം. അപ്പം എല്ലാവരിലും അതിനനുസരിച്ചിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അത് സ്വയം പ്രകാശിക്കുന്നവനാണ്. അവന് ജനന മരണമൊന്നും ഇല്ല. ബ്രഹ്മാദികൾക്ക് പോലും നിയന്താവാണ്. അവനാണ് ഈ ബ്രഹ്മത്തെ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം നമ്മളെ പോലെ തന്നെയാണ്. അതെല്ലാം ചില ബലങ്ങളാണ്. അവരെ കൊണ്ട് ചില ബലങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിലെല്ലാം പ്രേരണ ഉണ്ടാക്കുന്നത്. നാരദൻ എന്നൊരു ബലം ഉണ്ടാക്കിയിട്ട് നമ്മളെ മനസ്സിൽ കയറിയിട്ട് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കും, തോന്നിപ്പിക്കും. അത് പോയി ചെയ്യടാന്ന് പറയും നാരദനായിട്ട്.
അപ്പൊ ഇതെല്ലാം ബലങ്ങളാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെല്ലാം സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തി, സംരക്ഷിക്കുന്ന ശക്തി, നശിപ്പിക്കുന്ന ശക്തി, ഇതെല്ലാം ചില സയൻസ് പദങ്ങളാണ്. അത് കഥയിൽ വരുമ്പോൾ കണ്ണും മൂക്കെല്ലാം വെച്ചിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. പക്ഷെ ഇതെല്ലാം ഇവരെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഉള്ളിലുള്ള ഈ പരമാത്മാവ്, ഏകമായ ആ ഈശ്വരനാണ്. എല്ലാ ജീവികളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്, അതെല്ലാത്തിലും ഉണ്ട്. അതാണ് ഈ ലോകത്തിന്റെ ഐശ്വര്യത്തിന്റെ ഇരിപ്പിടം. അവരിൽ നിന്നാണ് ഈ ഐശ്വര്യങ്ങളും ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായി വന്നിരിക്കുന്നത്. സർവഭൂതങ്ങളും അതിനെയാണ് ആശ്രയിക്കുന്നത്. എല്ലാം ഈ ലോകത്തിലുള്ള ബ്രാഹ്മണന്, ക്ഷത്രിയനും, വൈശ്യനും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, മറ്റേ തമിഴ്, ഇത് പട്ടി, പൂച്ച, എല്ലാം അതിനെ ആശ്രയിച്ച് അത് തീരുമാനിച്ചനുസരിച്ചാണ് ഓരോ ആളും കർമ്മങ്ങൾ ചെയ്യുന്നത്. അത് പറയുന്നതനുസരിച്ചാണ് എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നത്, അതിനെ ആശ്രയിച്ചുകൊണ്ട്. അതിൻ്റെ അധീനതയിലുള്ള മായ, അതിനതൊരു മായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ തിരിച്ചറിയാതെ അത് മുമ്പിൽ ഒരു ജീവാത്മാവിനെ പിടിച്ചിട്ടിട്ട് നമ്മൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ കൊണ്ട് ആഗ്രഹത്തിന് പിന്നാലെ ഓടിക്കുകയാണ്. അല്ലാതെ അത് നേരിട്ട് വന്നിട്ട് പ്രമോദെ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതാ ഇപ്പം പോയിട്ട് യൂട്യൂബ് അപ്ലോഡ് ചെയ്യണം, നീ പോയി യൂട്യൂബ് അപ്ലോഡ് ചെയ്തെന്നൊന്നും അത് പറയില്ല. എൻ്റെ ഉള്ളിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാകും. അപ്പൊ എന്നിട്ട് ഒരു ആഗ്രഹം ഉണ്ടാകാം, ഒരു യൂട്യൂബ് അങ്ങ് അടിച്ചിട്ടേക്കാം. ഞാൻ വിളിക്കുന്നത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരു യൂട്യൂബ് അടി. പക്ഷെ ആശാനാണ് ഉള്ളിൽ കിടന്നുകൊണ്ട് എന്നെ കൊണ്ട് ഈ ചിന്ത ഉണ്ടാക്കിപ്പിക്കുന്നത്. മായ ജീവനിൽ നിയന്ത്രണം നടത്തി വർത്തിക്കുന്നവനാകുന്നു. അപ്പൊ ആ ഈശ്വരൻ വേറെ തന്നെയാണ്. എന്നിട്ട് 13 കഴിഞ്ഞാല് 14 വായു എപ്രകാരം എല്ലാ ചരാചര ജീവജാലങ്ങളിലെയും ഉള്ളിലിരുന്നു കൊണ്ട് പ്രാണശക്തി രൂപത്തില്, പ്രാണശക്തിയുടെ സ്വരൂപത്തിൽ ഇരുന്ന് അവയെ നിയന്ത്രിക്കുന്നു. വായു ആണ് നമ്മളെ ശരീരത്തിലൂടെ കയറി, നമ്മളെ മൂക്കിലൂട്ട കയറി, ശ്വാസകോശത്തിൽ വന്ന് രക്തത്തിലേക്ക് കയറി ശരീരം മുഴുവൻ വ്യാപിച്ചിട്ട് എല്ലാ രാസപ്രവർത്തനങ്ങൾക്കും പ്രേരകമാകുന്നുണ്ട്. അതേപോലെ വേറൊരു വായു ഉണ്ട്, നമ്മുടെ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട 5 പ്രാണങ്ങൾ. അവയെല്ലാമാണ് നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല. ഡോക്ടർമാർക്കറിയാം വായുവാണ് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും, രക്തത്തിലൂടെ വായു പോയിട്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. പിന്നെ നാഡികളിലൂടെ സിഗ്നൽ ഉണ്ട്, അതെല്ലാം നമ്മളെ ശരീരത്തെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നതെന്ന് ഡോക്ടർമാർക്കറിയാം. പക്ഷെ നമുക്കൊന്നും അറിയില്ല. അവയെ നിയന്ത്രിക്കുന്നുവോ അതേപോലെ ഐശ്വര്യാദി ഗുണസമ്പന്നനായ സർവഭൂതാശ്രയനായ സർവത്തിൻ്റെയും സാക്ഷി രൂപത്തിൽ ഇരിക്കുന്നവനായ പരമാത്മാവ് ഈ വിശ്വത്തെ നിയന്ത്രിക്കുന്നു. അപ്പം നമ്മിലെല്ലാം വായു, അത് ശുദ്ധമായ വായുവാകാം, നാഡികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റമാകാം. അതാണ് നമ്മളുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. അതാണ് പരമാത്മാവ്. ആ പരമാത്മാവാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അതാണ് ഈശ്വരന് പരമാത്മാവ് രൂപത്തിൽ, അതൊരു പ്ലാനാണ്. ആ പ്ലാനനുസരിച്ചാണ് എല്ലാ പ്രപഞ്ച സൃഷ്ടിയും നടന്നു പോകുന്നത്. ആ പ്ലാനിൽ നിന്ന് ഒരു പ്രേരക ശക്തി വരുന്നുണ്ട്. ആ പ്രേരക ശക്തിയാണ് ആ പ്ലാൻ പോലെ ഈ ലോകത്തെ മുന്നോട്ടേക്ക് പല മനുഷ്യരുടെ എല്ലാം സൃഷ്ടി നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി 15 ദേഹി ജ്ഞാനസമ്പാദനത്താൽ വിഷയാസക്തി വിട്ട്, ഇപ്പോൾ നമ്മൾ എന്ത് വേണം? ജ്ഞാനസമ്പാദനം, ഈ ജ്ഞാനം നേടണം. ഇങ്ങനെ ഒരു ശക്തി വിശേഷമാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ജയിപ്പിക്കുന്നത് എന്ന ജ്ഞാനം നേടി വിഷയാസക്തി വിട്ട്, ഈ വിഷയങ്ങളിൽ കാണുന്നതിലുള്ള
അത് തെങ്ങാണ്, ഇത് മാവാണ്, ആ നല്ല മാങ്ങ, ആ പൂ കൊള്ളാം, നല്ല ചുവപ്പ്, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വിട്ട് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും താല്പര്യം നഷ്ടപ്പെട്ട് മനസ്സടക്കം 6 ഇന്ദ്രിയങ്ങളെയും കീഴടക്കി കണ്ണ്, മൂക്ക്, ഇതൊന്നും കാണുന്നതൊന്നും നമ്മൾ തലയിടരുത്. എന്ത് കണ്ടാലും നമ്മൾ അതിനെ ശ്രദ്ധിക്കാൻ പോകരുത്. ഇപ്പൊ മുമ്പിൽ വെച്ചൊരു ഒരാൾ പരസ്പരം കുത്തിച്ചാവാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നില്ല. ആരെന്ത് ചീത്ത പറയുന്നുണ്ട് നമ്മൾ കേൾക്കുന്നില്ല. എനിക്കിതിലൊന്നും താല്പര്യമില്ല, ഇതെല്ലാം ഞാൻ വിടുകയാണ്. പിന്നെ കണ്ണിൻ്റെ ആവശ്യമില്ല, ചെവിൻ്റെ ആവശ്യമില്ല, മൂക്കിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല. ശ്വാസം മൂക്കിനെ വേണം, ശ്വാസം കഴിക്കണമല്ലോ. അത് ഞാനല്ല അറിയുന്നത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നടക്കുന്നുണ്ട്. ആ അവസ്ഥയിൽ മനസ്സിനെ മാറ്റി, അതാണ് വിരക്തി എന്ന് പറയുന്നത്. ഇത് നമുക്ക് പറയുമ്പോൾ സംഭവമല്ല എന്ന് അപ്പോൾ തന്നെ നമ്മളെ മനസ്സ് പറയും, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പൊ ആത്മീയതയിലേക്കുള്ള വഴി ഇതാണ്. അപ്പൊ ആത്മീയത ആർക്കാണ് പറഞ്ഞ് വിധിച്ചിട്ടുള്ളത്? ഈ നാട്ടിൽ ഒരാൾക്കും ആത്മീയത വിധിച്ചിട്ടില്ല. ഇതൊന്നും നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാ വിഷയങ്ങളിലും മനസ്സടക്കം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന കാണാനും കേൾക്കുന്ന, കണ്ടാലും കേട്ടാലും പ്രതികരിക്കരുത്. എൻ്റെ മുമ്പിൽ വെച്ച് ഒരാൾ മറ്റൊരാളെ എടുത്ത് കത്തിയെടുത്ത് കുത്താക്കുകയാണ്. അപ്പം ഞാൻ കണ്ടുമുട്ടിയിരുന്നല്ലോ, കണ്ടാൽ ഞാൻ കാണുന്നത്, എനിക്കിത് താല്പര്യമില്ല എന്ന് പറഞ്ഞാലോ. എന്നാലോചിച്ച് നോക്കിയേ, ആൾക്കാർ ഈ നാട്ടിലെ എല്ലാവരും കൂടിയിട്ട് എന്ത് പറയും? ഇവനെന്ത് മരക്കെടുക്കിയാണെന്ന് ചോദിക്കും. ഇവനെന്ത് ജന്മം തന്നെ എല്ലാവരും ഇതിൽ ടി വിയിൽ പിന്നെ യൂട്യൂബിലെല്ലാം ഇതെല്ലാം ആയിരിക്കും, ഇവനെ പറ്റിയായിരിക്കും പ്രപഞ്ചം. അവൻ കൊന്നിട്ട് അവൻ നോക്കിയിരിക്കും, ഒന്നും കാണാതെ മാറിയിരിക്കുന്ന അവൻ്റെ മുമ്പിൽ വെച്ച ഇത് നടന്നു. പിന്നെ എന്തായിരിക്കും സംസാരങ്ങൾ? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിരിക്കണം ആത്മീയതയിലേക്ക് പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, എത്രയാൾ ഇങ്ങനത്തെ ആളെ കാണും? ആത്മീയത പറയാൻ അവനെ അവകാശമുള്ളൂ. അവൻ പിന്നെ ഈ കൊല്ലുന്നിടത്തൊന്നും നിൽക്കില്ലല്ലോ. ഇപ്പൊ എൻ്റെ മുമ്പിൽ വന്നിട്ട് കൊല്ലാൻ ഇത് സംഭവിക്കുന്നതല്ല, ഒരു ഉദാഹരണം പറയുകയാണ്. അങ്ങനെ ആയിത്തീരണം. ഈ ലോകത്തൊന്ന് വിട്ട് പിന്നെ അവൻ അവിടെ നിൽക്കില്ലല്ലോ. ഈ കൊലേന്റെ മുമ്പിൽ ഒരാൾ കുത്തുന്നിടത്തൊന്നും അവൻ നിൽക്കില്ല. അതിന് മുമ്പ് അവൻ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവനെവിടെയെങ്കിലും ആരും ശല്യമില്ലാതെ എടുത്ത് ഭ്രാന്തനെ പോലെ അങ്ങ് പോകും. ഒരു ഭ്രാന്തൻ പോകുമ്പോൾ ആരെങ്കിലും കുത്തിക്കൊല്ലുന്നുണ്ടെങ്കിൽ നാട്ടുകാർ പറയും അവൻ ഭ്രാന്തനാണ്, അവനെങ്ങ് കൂട്ടുന്നത്. ഒരു ഭ്രാന്തന്റെ മുമ്പിൽ വെച്ചിട്ട് 2 പേര് കത്തിയിട്ട് കുത്തുന്നു. ആൾക്കാർ അവനെ കുറ്റം പറയില്ല, അവൻ ഭ്രാന്തൻ, അവന് അതൊന്നും അറിയില്ല. അതേപോലെ ഇവരങ്ങ് പോവുകയാണ് ഈ ലോകത്തിലേതല്ല. അങ്ങനെ ഒരാൾ പോകുന്ന കാണുമ്പോൾ ഉടുതുണി എല്ലാം മുടിയെല്ലാം മറച്ചിട്ടിട്ട് ഒരു ഭ്രാന്തനെ പല പോവുകയാണെങ്കിൽ ആൾക്കാർ വരെ അവനെ ഈ ലോകത്തൊന്നുമല്ല. അപ്പൊ അവർക്ക് പ്രശ്നമില്ല, അവർ ഈ ലോകത്തിലല്ല. അങ്ങനെ ആകണം. അപ്പം മനസ്സടക്കത്തിൽ 5 ഇന്ദ്രിയങ്ങളെ കീഴടക്കി അവിദ്യയെ നീക്കി. അവിദ്യ എന്ന് പറഞ്ഞാൽ മോറൽ സയൻസ് ഒന്നും വേണ്ട, വേദങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയണം. പിന്നെ വിദ്യ ഒന്നും വേണ്ട, ആരെ വേദങ്ങളൊന്നും ഉപദേശിക്കണം. വേദം ഉപദേശിക്കുന്നത് ഈ നാട്ടിൽ ജീവിക്കാനാണ്, റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ബഹിരാകാശത്തെല്ലാം പോകാനാണ്, അല്ലാതെ സന്യാസത്തിന് പോകാൻ വേണ്ടിയല്ല. അപ്പൊ വേദങ്ങളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് എത്ര കാലം ആ സ്വരൂപത്തെ സാക്ഷാത്കരിക്കാതെ ഇരിക്കുന്നു, ഇങ്ങനത്തെ അവസ്ഥയില് എത്ര കാലം ഒരാൾ ഇരിക്കുന്നുവോ, ആ അവസ്ഥ എത്താതെ എത്ര കാലം ഒരാൾ ഇരിക്കുന്നുവോ അത്രയും കാലം സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഒന്നും കാണാതെ കേൾക്കാതെ ഈ ലോകമായിട്ടുള്ള ഒരു സംഭവവുമായിട്ട് ഇടപെടാതെ നടക്കാൻ പറ്റാത്തിടത്തോളം കാലം ഈ സംസാര ഭൗതിക ലോകത്തിൽ കിടന്ന് നട്ടം തിരിയും. അവർക്കൊന്നും ആത്മീയത പറഞ്ഞതല്ല. എൻ്റെ 16 ശോകം, മോഹം, രോഗം, രാഗം, ലോഭം, വൈര്യം എന്നിവയും എൻ്റേതെന്ന തോന്നലും യാതൊന്നാണോ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കുന്ന ഏതാണ്? നമ്മിലുള്ള ജീവാത്മാവ്. അത് മനസ്സിലൂടെയാണ് തോന്നുന്നത്. രോഗം തോന്നുന്നതും ശോകം തോന്നുന്നതെല്ലാം മനസ്സിലൂടെയാണ്. ആ മനസ്സിനെ
ദേഹിയുടെ സംസാര ദുഃഖത്തിന്റെ വിളനിലമായി എത്ര കാലം അറിയുന്നില്ലയോ, ആ ഇതെല്ലാം ഉണ്ടാക്കുന്ന ശോകമോഹം എല്ലാം ഉണ്ടാക്കുന്നതിനുള്ള കാരണം ഈ മനസ്സാണ് എന്ന്, ഈ സംസാര ദുഃഖത്തിനെല്ലാം കാരണം ഈ പിന്നിലുള്ള ഈ മനസ്സിന്റെ ചിന്താഗതിയാണ് എന്ന് എത്ര കാലം അറിയുന്നില്ലയോ, അത്രയും കാലം സംസാര ചക്രത്തിൽ അകപ്പെട്ട് കറങ്ങും. അപ്പോൾ നമ്മൾ എന്താദ്യം മനസ്സിലാക്കേണ്ടത്? നമ്മളെ ദുഃഖത്തിനും മോഹത്തിനും എല്ലാത്തിനും കാരണം നമ്മളെ പറ്റിക്കുന്ന ഈ മനസ്സാണ് എന്ന് എപ്പം തിരിച്ചറിയുന്നുവോ അപ്പോൾ നമുക്ക് സന്യാസത്തിലേക്ക് പോകാം. നമ്മളെ ശോകത്തിനും രോഗത്തിനും രാഗത്തിനും ലോഭത്തിനും വൈര്യത്തിനും ഞാനെന്ന തോന്നലിനും എല്ലാം കാരണക്കാരൻ ഈ മനസ്സാണ് എന്ന് എപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുവോ അപ്പോൾ മുതൽ നമ്മൾ ഇതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് മനസ്സിനെ നിയന്ത്രിച്ചിട്ട് എല്ലാം മിഥ്യയായി കണ്ട് നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം, അവർക്കാണ് ആത്മീയത. എന്നിട്ട് 17 പറയുന്നു, ആകയാൽ ബലവാനും അശ്രദ്ധ മൂലം അധികം വളർന്നവനും, നമ്മുടെ അശ്രദ്ധ കൊണ്ട് ശ്രദ്ധയില്ലായ്മ കൊണ്ട് അധികം വളർന്നവൻ ആര്? ആത്മാവിനെ കവരുന്നവരുമായ ശത്രുവിനെ, നമ്മളെ ജീവാത്മാവിനെ പിടിച്ചു നിൽക്കുന്ന ആ ശത്രു നമ്മുടെ അശ്രദ്ധ മൂലം വളർന്ന് വികസിച്ചു വന്ന മനസ്സ്, നമ്മൾ അശ്രദ്ധ മൂലം മനസ്സിനെ അങ്ങനെ വളർന്ന് വലിയ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള ഒരു ശത്രു ഒരവസ്ഥയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അത് ഭയങ്കര ബലവാനുമാണ്. ആ ബലവാനായ മനസ്സിനെ എങ്ങനെ കീഴടക്കണം? ശ്രീഹരിയുടെ തൃപ്പാദമാകുന്ന അസ്ത്രം കൊണ്ട് ആ ബ്രഹ്മമാകുന്ന ശ്രീഹരിയിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിച്ചിട്ട് ആ അസ്ത്രം കൊണ്ട് മനസ്സിനെ എന്ത് വേണം? അസ്ത്രം കൊണ്ട് അതിനെ നിഗ്രഹിക്കുക. ആ ശ്രീഹരിയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് നമ്മളെ മനസ്സ് ബ്രഹ്മത്തിലേക്ക് പോകും. മറ്റുള്ള ഒരു വിഷയത്തിലേക്കും മനസ്സിനെ, ഈ മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്ന ആ മനസ്സിനെ പിടിച്ചങ്ങ് നിർത്തണം. ഇവിടെയുള്ള ഒരു അഭിപ്രായം കമൻസ് എനിക്ക് വേണ്ട. മനസ്സെൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, നീ അടങ്ങിയാണ് ഇരുന്നാൽ മതി. എനിക്കിപ്പോൾ ഒറ്റ ചിന്തയേ ഉള്ളൂ, ആ ബ്രഹ്മം ശ്രീഹരി. ഈ പ്രപഞ്ചമൊന്നും എനിക്കില്ല എന്ന ആ ഒരു ചിന്ത മാത്രമായിട്ട് മാറ്റുമ്പോൾ ശ്രീഹരി എന്ന ആ അസ്ത്രം കൊണ്ട് ഈ ബലവാനായ മനസ്സിനെ എന്ത് ചെയ്യാം? നിഗ്രഹിക്കാം. മനസ്സിനെ നിഗ്രഹിക്കണം. അപ്പോഴേ ബ്രഹ്മസാക്ഷാത്കാരത്തില് ആത്മീയതയിലേക്ക് പോകാനുള്ള വഴി തുറക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വിരക്തി വരും. പിന്നെ മനസ്സിന് കാര്യമൊന്നുമില്ല, വിരക്തി ഒന്നിനും താല്പര്യമില്ല. പിന്നെ മനസ്സിനെന്താ ആകാൻ കാര്യം? മനസ്സ് അടങ്ങി ഒതുങ്ങി. അപ്പൊ ഇങ്ങനെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിക്കൊള്ളുക. ഈ ലോകത്തിൽ എത്ര പേരുണ്ടാവും ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്? നമ്മളെ വീട്ടിലോ നമ്മളെ അയൽവാസികളെടുത്തോ നമ്മളെ ചുറ്റുവട്ടത്തിലോ നമ്മളെ ഗുരുക്കന്മാരിലോ ആരിലെങ്കിലും ഇങ്ങനെ വിരക്തി വന്നവരുണ്ടോ? ഈ സംസാരത്തെ വിട്ടെറിഞ്ഞ് പോയവർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് തീരുമാനിക്കുക. നമ്മുടെ അറിവിൽ ആരെങ്കിലും ആത്മീയത പറയാൻ, ആത്മീയവാദിയാണെന്ന് ആത്മാർത്ഥമായി പറയാൻ അർഹനായിട്ടുള്ളവരുണ്ടോ എന്ന് സ്വയം തീരുമാനിച്ച് എത്താവുന്നതേ ഉള്ളൂ.